ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇനി വരാനിരിക്കുന്ന പ്രണയ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ നടക്കാൻ പോകുന്ന നല്ല നിമിഷങ്ങൾ എന്ന് നമുക്ക് കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു ടാർഗറ്റ് ഉണ്ട്, 1K ലൈക്കാണ്. അപ്പൊ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പൊ നമുക്ക് ഇനി അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അപ്പൊ കർക്കിടക മാസത്തിലെ കാര്യമാണ് ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞത്. അതുപോലെ തന്നെ ഒന്നുകൂടെ എടുത്തു പറയട്ടെ, നമ്മൾ ഈ പറയാൻ പോകുന്ന കഥ നാളെ വരുന്ന കഥയല്ല. നാളത്തെ കഥ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് വൈകിട്ട് 8 മണിയാകുമ്പോഴാണ് നാളത്തെ പ്രമോ ഇടുന്നത്. ഇനി വരാൻ പോകുന്ന രേവതിയുടെയും സച്ചിയുടെയും നല്ല വിശേഷങ്ങൾ, അതായത് അവരുടെ നല്ല മുഹൂർത്തങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഞാൻ ഉച്ചയ്ക്ക് പ്രമോ പറയുന്നത് കേട്ടോ. അപ്പൊ ഏതായാലും വിശേഷത്തിലേക്ക് കടക്കാം. കർക്കിടക മാസം, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പൊ ഇന്നലെ പറഞ്ഞായിരുന്നു ഉച്ചയ്ക്ക് ഞാൻ കർക്കിടക മാസത്തിൽ നമ്മുടെ രേവതിയുടെ വീട്ടിൽ പോയി. അപ്പൊ എല്ലാവരും ചോദിച്ചായിരുന്നു എന്നോട്, കർക്കിടക മാസം കഴിഞ്ഞു പോയല്ലോ എന്ന്. നമുക്ക് കർക്കിടക മാസം കഴിഞ്ഞു പോയി, പക്ഷെ രേവതിക്കും സച്ചിക്കൊന്നും ഇതുവരെ കർക്കിടക മാസം കഴിഞ്ഞു പോയിട്ടില്ല. അങ്ങനെ കർക്കിടക മാസത്തിൽ ഭാര്യയും ഭർത്താവും രണ്ടായിട്ട് ജീവിക്കണം, അവരൊന്നായിട്ട് ജീവിക്കാൻ പാടില്ല എന്തൊക്കെയോ ചെറിയ നിയമ നടപടികളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രേവതിയും സച്ചിയും കൂടെ പിരിയുന്നതും രേവതി പോയി രേവതിയുടെ വീട്ടിൽ താമസിക്കുന്നതും. അപ്പൊ നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും കാര്യം നിങ്ങൾ ഇന്നലെ ചോദിച്ചായിരുന്നു, ഇവർക്ക് ഇത് ബാധകമല്ലേ എന്ന്. ഇവർക്കും ഇത് ബാധകം തന്നെയാണ്. നമ്മുടെ സച്ചി ചോദ്യം ചെയ്യുന്നുണ്ട്. രേവതിനെ പറഞ്ഞു വിട്ടത് കൊണ്ട് തന്നെ സച്ചി ചോദ്യം ചെയ്യുകയാണ് ചന്ദ്രനെ, ഇതെന്താ എനിക്കും രേവതിക്കും മാത്രമാണോ ബാധകം? ശ്രുതിനെയും സുധീനെയും എന്തുകൊണ്ട് നിങ്ങൾ രണ്ടായിട്ട് കിടത്തുന്നില്ല? ഇതിന്റെ ഞങ്ങൾക്ക് മാത്രമേ ഈ ഒരു പ്രശ്നമുള്ളൂ എന്ന് ചോദിച്ചു. ഏതായാലും നമ്മുടെ സച്ചിയുടെ ഈ ചോദ്യപ്രകാരം ലാസ്റ്റ് ശ്രുതിനെ രണ്ടായിട്ട് കിടത്തുകയാണ്. അപ്പം ശ്രുതിക്ക് പോകാൻ വേറെ വീടൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രുതിനെ നമ്മുടെ ചന്ദ്രയുടെ കൂടെയാണ് ആ കർക്കിടക മാസത്തിൽ കിടക്കുന്നത്. പക്ഷെ ചന്ദ്രയ്ക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഈ ഒരു സമയം കൊണ്ട് ശ്രുതിയും ഒന്നിച്ച് അവർക്ക് ഫസ്റ്റ് കുഞ്ഞുണ്ടാകണമെന്നും, ഈ സമയത്ത് രേവതി സച്ചി രണ്ടായിരിക്കുമ്പോൾ ഇവർക്ക് ഏതായാലും കുഞ്ഞുണ്ടാകാൻ പോകുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്ലാനൊക്കെ ചന്ദ്രയുടെ തെറ്റുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതി വീട്ടിലാണ്. രേവതിക്ക് വല്ലാത്ത സങ്കടമാണ് സച്ചി ഇല്ലാത്തത് കൊണ്ട്, സച്ചിക്ക് അതിലും വലിയ സങ്കടമാണ് രേവതി ഇല്ലാത്തത് കൊണ്ട്. അങ്ങനെ നമ്മുടെ സച്ചി രേവതിനെ ഫോൺ ചെയ്തിട്ട് പറയാണ്, ഞാൻ നാളെ രാവിലെ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ട് വരും. കുറെ നാളായി ഞാൻ ടേസ്റ്റുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്, രേവതി നീ ഉണ്ടാക്കുന്ന ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിനിടയിൽ രാത്രിയൊക്കെ ഇവര് തമ്മിൽ കാണാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെല്ലുന്നുണ്ടായിരുന്നു. പക്ഷെ ജസ്റ്റ് കണ്ടിട്ടൊന്ന് പോരുമായിരുന്നു. അത് അവിടെ വീട്ടിലെ ദേവുനല്ലാതെ വേറെ ആർക്കും അറിയില്ല. നമ്മുടെ ലക്ഷ്മിക്കോ ശരത്തിനോ ഒന്നും അറിയില്ലായിരുന്നു സച്ചിനെ രേവതിനെ സച്ചി കാണാൻ ചെല്ലുന്നത്. അപ്പൊ ഇതെല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മുടെ സച്ചി വരാൻ പോകുന്നത്. അപ്പൊ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനാണ് വരുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രേവതിക്ക് വലിയ സന്തോഷമായി. ഇങ്ങ് പോരേന്ന് പറഞ്ഞു. പോരെ, ഞാന് ഇഷ്ടമുള്ള കറികളൊക്കെ ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞു. രേവതി നേരം വെളുത്ത ഉടനെ തന്നെ സ്കൂട്ടി എടുത്തുകൊണ്ട് വിട്ടടിച്ചു പോയി. എങ്ങോട്ടേക്ക്? മീൻ മേടിക്കാന്. സച്ചിക്ക് ഏറ്റവും ഇഷ്ടം മീൻകറി തന്നെയാണ്. മുളകിട്ടും കുടംപുളി ഇട്ടും വെച്ച അടിപൊളി മീൻകറിയാണ് ഇഷ്ടം. അങ്ങനെ മീനൊക്കെ മേടിച്ചുകൊണ്ട് പാട്ടൊക്കെ പാടി നമ്മുടെ രേവതി ഇങ്ങ് വരുമ്പോഴത്തേക്കും അയലോക്കംകാരൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പൊ രേവതിയുടെ ഈ മുഖത്തെ സന്തോഷം കണ്ടിട്ട് ചോദിക്കുകയാണ്, അല്ല രേവതി, എന്തു പറ്റി? ഇന്ന് നിന്റെ കെട്ടിയോൻ വരുന്നുണ്ടോ? അതുകൊണ്ടാണോ നിനക്ക് ഇത്ര നിന്റെ മുഖത്തെ പ്രസാദം എന്ന് ഇങ്ങനെ ചോദിച്ചപ്പം രേവതി അന്താളിച്ചു പോയിട്ടോ. രേവതി പറഞ്ഞു, അതെങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? എടിപ്പെണ്ണേ, ഇതൊക്കെ അറിയാൻ വേറെ വല്ല കാര്യവും വേണോ? നിന്റെ മുഖം കണ്ട അറിയത്തില്ലേ? ഭർത്താവ് വരുന്നതിന്റെ എല്ലാ തെളിച്ചവും നിന്റെ മുഖത്തുണ്ട്. എന്തിനാ കർക്കിടക മാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കുന്നത്? നിനക്ക് നിന്റെ ഭർത്താവിന്റെ വീട്ടിൽ പോയി നിന്നൂടെ? ഈ കർക്കിടക മാസമൊക്കെ കാത്തു നിന്ന് കഴിഞ്ഞാൽ തൊട്ടി കെട്ടാനൊക്കെ കുറച്ച് പാടുപെടും എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അതായത് ഒരു കുഞ്ഞുണ്ടാകാൻ കുറച്ച് പാടാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞാവാലോ. ഈ കർക്കിടക മാസമൊക്കെ നോക്കിയിരിക്കുന്ന എന്തിനാ എന്നാണ് അവര് ചോദിച്ചത്. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ചെറിയ നാണമൊക്കെ വന്നു. രേവതി ഈ മീനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് ചെല്ലുകയാണ്. പക്ഷെ വീട്ടിലുള്ളവർ അറിഞ്ഞിട്ടില്ല നമ്മുടെ സച്ചി വരുന്നവർ. ഈ മീനൊക്കെ മേടിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് ലക്ഷ്മി ചോദിച്ചു, ഇത് എന്താ രേവതി നീ മീനൊക്കെ ആയിട്ട് വന്നത്? നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പം, അത് പിന്നെ വേറൊന്നുമല്ല, ഇന്നിവിടെ അദ്ദേഹം വരുന്നുണ്ട് ഊണ് കഴിക്കാനായിട്ട്. ആര്? സച്ചിയോ? സച്ചിമോൻ ഇന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടെന്നോ? നീ എന്താ രേവതി പറയുന്നത്? അതിനെന്താ സച്ചിയേട്ടൻ എന്നല്ല, അദ്ദേഹം ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്താ പ്രശ്നം ഇരിക്കുന്നത്? അല്ലോ, ഒന്ന് വന്ന് ആഹാരം കഴിച്ചിട്ട് പോകുന്നതല്ലേ ഉള്ളൂ. എന്റെ പൊന്നു രേവതി, നീ ഇത് എന്തൊക്കെയാ പറയുന്നത്? അവിടെ ആ ചന്ദ്ര അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും എന്നറിയാമോ? കർക്കിടക മാസത്തിൽ ഭാര്യയും ഭർത്താവും നേരിൽ കാണാൻ പോലും പാടില്ലെന്നുള്ളതാ ഈ ഒരു നിയമത്തിലുള്ളത്.
അത് തെറ്റിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. ലാസ്റ്റ് നീ ആ സച്ചിനെ ഇവിടെ വിളിച്ചു വരുത്തിയതെന്നൊക്കെ പറഞ്ഞ് അത് വലിയ പുലിവാലി കേസാകുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവ് പറഞ്ഞു, പിന്നെ അമ്മയ്ക്ക് എന്തിന്റെ സൂക്കേടാ, ഇപ്പോഴും ആ പഴയ ഇതിൽ നിന്ന് ഇതുവരെ ഇവരാരും മാറി വന്നിട്ടില്ല. ഒരു കർക്കിടക മാസം പോലും, ഈ കർക്കിടക മാസത്തിലെ ആചാരങ്ങൾ തന്നെ വെക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തിനാ ഈ കർക്കിടകമാണെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെ നിൽക്കുന്നത്? എല്ലാ മാസം പോലെ തന്നെയുള്ളൂ ഈ കർക്കിടക മാസവും. രേവതി ചേച്ചി ഒരു കാര്യം ചെയ്ത് ധൈര്യമായിട്ട് സച്ചിയേട്ടനെ വിളിച്ചോ. ഞങ്ങൾ സച്ചിയേട്ടനെ കണ്ടു കുറേയായി, ഞങ്ങൾക്ക് ഒന്ന് കാണണം എന്ന് പറഞ്ഞപ്പോ ശരത്തും പറഞ്ഞു, അത് ശരിയാ, ഈ അമ്മയുടെ ഈ അഭിപ്രായത്തോട് മാത്രം ഞാൻ യോജിക്കുന്നില്ല കേട്ടോ. ഈ കാലത്ത്, ഈ ആധുനിക യുഗത്തില് ഈ കർക്കിടക മാസമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ശരത്തും. ഏതായാലും നമ്മുടെ ലക്ഷ്മിക്ക് പേടി വേറൊന്നുമല്ല, ഇനിയിപ്പം നമ്മുടെ സച്ചി ഇങ്ങോട്ട് വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചന്ദ്രൻ അത് വേറെ വലിയ പ്രശ്നമാക്കി തീർക്കും. അത് രേവതിക്ക് തന്നെയാണ് വലിയ പ്രശ്നമാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലക്ഷ്മി പറയുന്നത് വേണ്ട എന്ന്. പക്ഷെ രേവതി സമ്മതിക്കോ? രേവതി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് സച്ചിനെ. അപ്പൊ പിന്നെ സച്ചി വരുമ്പോഴത്തേക്കും രേവതിക്ക് അവഗണിച്ച് വിടേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെ രേവതി അടുക്കളയിലൊക്കെ പോയി നല്ല അടിപൊളി മീൻകറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ സച്ചി എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ രേവതിയോട് കുറേ ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു ലക്ഷ്മി. അവൻ വന്ന ഉടനെ അവനെ പറഞ്ഞു വിടണം, ചോറുണ്ട് ഉടനെ തിരിച്ചു പറഞ്ഞു വിട്ടോണം, അല്ലാതെ ഇവിടെ നിർത്തരുത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നമ്മുടെ രേവതി പറഞ്ഞു, ഈ അമ്മയ്ക്ക് എന്താ അമ്മേ, ഒരാളെ എനിക്ക് അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുമോ? അങ്ങനെ എങ്ങനെയാ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ പോകാൻ പറയുന്നത്? അത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. അപ്പൊ അമ്മയ്ക്ക് സച്ചിയേട്ടനെ ഇഷ്ടമല്ലല്ലേ? എല്ലാ മരുമക്കളും വന്ന് നിൽക്കാൻ വേണ്ടിയാ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്. മോളെ, അതുകൊണ്ടല്ല, നീ ഒന്നും മനസ്സിലാക്ക്, ഞാൻ പറയുന്ന കാര്യമൊന്നും നീ ശ്രദ്ധിച്ച് കേക്ക്. ഇത് നിനക്ക് തന്നെയല്ലേ ദോഷം. നീ തിരിച്ച് വീട്ടിലെത്തുമ്പോ നിന്നെ ആ തള്ള ഇട്ടിട്ട് അടിക്കും. തള്ള അതും ഇതുമൊക്കെ പറയും. അത് ആ രവിയേട്ടനും ബാധകമാകും. അതുകൊണ്ടൊക്കെ ഞാൻ പറഞ്ഞെന്ന് പറയും. ഇപ്പൊ അമ്മ എന്ത് പറഞ്ഞാലും എന്റെ ഭർത്താവ് ഇന്ന് ഇവിടെ വന്ന് ഊണ് കഴിച്ചിട്ട് പോകും, അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പം പോകും, ഞാൻ പറഞ്ഞു വിടത്തൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞായിരുന്നു. അങ്ങനെ സച്ചി വന്ന ഉടനെ തന്നെ നമ്മുടെ ദേവു ഓടി ചെന്നപ്പം സച്ചിയുടെ കയ്യിൽ ചെറിയൊരു പലഹാര പൊതിയൊക്കെ ആയിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മുടെ രേവതിക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് സച്ചി വരുന്നത്. അങ്ങനെ പലഹാരങ്ങളൊക്കെ നമ്മുടെ ദേവുവിന്റെ കൈ കൊടുത്തു. ദേവുവിന്റെ കൈ കൊടുത്തിട്ട്, ബാ ഏട്ടാ വന്ന് ഇരിക്കുക, സച്ചിയേട്ടന് ഇഷ്ടപ്പെട്ട മീൻകറി ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, അത് ഈ വീടിന്റെ വാതക്കൽ എത്തിയപ്പോ തന്നെ എനിക്ക് മനസ്സിലായി. അച്ചമ്മ ഉണ്ടാക്കുന്ന അതേ മീൻകറിയുടെ സ്മെല്ലാ വരുന്നത്. രേവതി ഉണ്ടാക്കുന്നതും അച്ചമ്മ ഉണ്ടാക്കുന്നതൊക്കെ കണക്കാ. വീട്ടിലെ ആ മരം പോലെ ഇരിക്കുന്ന ഉപ്പുമാവ് തിന്ന് ഞാൻ മടുത്തു. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, വൈകിട്ട് ഞാൻ ചെല്ലുമ്പോൾ ചോറ് കാണത്തില്ല. ചോറിനകത്ത് വെള്ളം ഒഴിച്ചിടും. പിന്നെ ചോറ് കഴിക്കാനും പറ്റത്തില്ല. ഏതായാലും ഇന്നിവിടെ നിന്ന് നല്ലതുപോലെ ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ലക്ഷ്മി ആണെങ്കിലും മനസ്സിൽ വിചാരിക്കും, എന്റെ ഈശ്വരൻ ഇനി വൈകിട്ട് അത്താഴം കഴിക്കാനും കൂടി ഇവനിവിടെ കാണുമോ എന്നുള്ള പേടിയിലാണ് ഉള്ളത്. അങ്ങനെ രേവതി വന്നു. രേവതിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ സച്ചി ഒരു ചെറിയ റൊമാൻസിലൊക്കെ ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ രേവതി പറഞ്ഞു, ബാ വന്ന് ഇരിക്കുക, വിശക്കുന്നില്ലേ, ബാ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളെല്ലാം ഇരിക്കുന്നില്ല, ഞാൻ മാത്രം ഇരുന്നാൽ മതിയോ? നിങ്ങളെല്ലാവരും ഇരിക്കണം, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇരുന്ന് വേണം ഭക്ഷണം കഴിക്കാൻ. അല്ലാതെ നിങ്ങളൊരു സമയത്ത് ഞാനൊരു സമയത്ത് അതൊന്നും ശരിയല്ല. രേവതി നീ വന്നിരുന്നേ, അമ്മയും വന്നിരുന്നേ, അതുപോലെ ദേവും ശരത്തും ഒക്കെ ഇരിക്കണം, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഒക്കെ ചെയ്ത് കഴിക്കാന്ന് പറഞ്ഞു. ഏതായാലും ലക്ഷ്മിക്ക് പേടിയാണ് കേട്ടോ. എങ്ങനെയും എത്രയും പെട്ടെന്നൊന്ന് കഴിച്ചു തീർന്നിട്ട് നമ്മുടെ സച്ചി ഒന്ന് പോയാൽ മതിയെന്നേ ഉള്ളൂ. കാരണം വേറൊന്നുമല്ല, ചന്ദ്രയുടെ ഈ സ്വഭാവം കൊണ്ട് തന്നെയാണ്. അതുമല്ല, ഈ കർക്കിടക മാസത്തിൽ ഇവർക്കൊരു ആചാരമാണ്, അങ്ങനെ കാണരുത്, മിണ്ടരുത് എന്നൊക്കെ ഒരു ആചാരമുണ്ട്. കർക്കിടക മാസത്തിൽ മക്കളുണ്ടായാൽ കൊള്ളില്ല എന്ന ആ ഒരു ആചാരം കാരണമാണ് ഇവരിങ്ങനെ രണ്ടാക്കി നിർത്തുന്നത്. ആ ഒരു സമയത്ത് വയറ്റിൽ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ് പണ്ടത്തെ കാലത്ത് എങ്ങാണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സംഭവം. അതുകൊണ്ടൊക്കെയാണ്. അതൊക്കെ ഉണ്ടായിരുന്നൊന്നും പോലും അറിയത്തില്ല. നമ്മുടെ ഈ ഒരു സീരിയൽ ആയതുകൊണ്ട് കഥയിൽ ചോദ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. നമുക്ക് കാണുക, ആസ്വദിക്കാം. അങ്ങനെ നല്ല മീൻകറിയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് സച്ചി ഭക്ഷണമൊക്കെ കഴിച്ചു. എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷത്തിൽ കഴിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി പതിയെ ചെന്നിട്ട് ചോദിച്ചു, അല്ല മോനോ ഓട്ടം വല്ലതും ഉണ്ടോ? ഓട്ടം പോകുന്നില്ലേ? ഹേയ്, ഓട്ടം പോകുന്നില്ലമ്മേ, ഓട്ടമൊന്നും ഇപ്പം ഇല്ല, ഇപ്പം ആരും വിളിച്ചിട്ടില്ല. എനിക്ക് ഏതായാലും ഭക്ഷണമൊക്കെ വയറു നിറയെ കഴിച്ചില്ല, ഇനി നീ പറഞ്ഞൊന്ന് കിടന്നുറങ്ങണം എന്ന് പറഞ്ഞു. കിടന്നുറങ്ങാനോ? അപ്പം രേവതി ഇത് കേട്ടിട്ട് അമ്മ മിണ്ടാതിരിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ളപ്പോൾ അദ്ദേഹം പോട്ടെ, അദ്ദേഹം വയ്യാണ്ട് അദ്ദേഹം ഇച്ചിരി നേരം ഒന്ന് കിടന്നോർത്ത് എന്താ ഇത്ര കുഴപ്പമിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പായൊക്കെ എടുത്ത് രേവതി കൊടുത്തു. അങ്ങനെ രേവതിയുടെ റൂമിൽ ചെന്നിട്ട് ഹാളിൽ ആദ്യം കിടന്നു. അത് കഴിഞ്ഞിട്ട് പതുക്കെ രേവതിയുടെ റൂമിൽ പോയി കിടന്നു. അപ്പൊ രേവതിയോട് അങ്ങോട്ടേക്ക് പോയേക്കരുതെന്നാണ് ലക്ഷ്മിയുടെ ഓർഡർ. ലക്ഷ്മി പറഞ്ഞു, നീ അങ്ങോട്ടേക്ക് പോകുമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഇതിനിടയിൽ കുറേ സമയമായിട്ടോ, എന്ത് ചെയ്യാനാ, കുറേ സമയമായിട്ടും നമ്മുടെ സച്ചി എണീക്കാത്തത് കൊണ്ട് തന്നെ ലക്ഷ്മിക്ക് പേടിയായി തുടങ്ങി. ലക്ഷ്മി പറഞ്ഞു, എടി നീ ഒരു കാര്യം ചെയ്യേ, നീ ഇവനെ വിളിച്ചെണീപ്പിച്ചിട്ട് ഇവനെ വിട്, ഇങ്ങനെ നിർത്തി കഴിഞ്ഞാൽ ശരിയാവില്ല.
എപ്പോഴാ എന്താ എങ്ങനെയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. ദേ നിനക്ക് തന്നെയാട്ടോ രേവതി പ്രശ്നം എന്ന് പറയുമ്പോൾ അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അദ്ദേഹം ഇവിടെ വന്ന് കിടന്ന് കുറച്ചു നേരം ഉറങ്ങിയിട്ട് ദേ അമ്മ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം എണീക്കും, ശല്യം ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അതിനിടയിൽ ദേവു ശരത്തും ഒക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയപ്പം രേവതി പറയുന്നുണ്ട്, നിങ്ങളൊന്ന് പതുക്കെ സംസാരിക്കുക, അദ്ദേഹം കിടന്നുറങ്ങട്ടെ എന്ന് പറയുന്നുണ്ട്. രേവതിക്ക് സച്ചി പോടുന്നില്ല. രേവതിക്ക് സച്ചി ആ വീട്ടിൽ തന്നെ നിൽക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിലും ഭാര്യമാർക്ക് അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിലെത്തുമ്പോൾ നമ്മുടെ കൂടെ ഭർത്താക്കന്മാരും ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സന്തോഷം. അപ്പൊ ആ ഒരു രീതിയിലാണ് രേവതി സച്ചിനെ വിടാതെ ഇരിക്കുന്നത്. അതുമല്ല, ഈ കർക്കിടകാസത്തിൽ മാറിയൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് ചെറിയൊരു വിഷമോ സങ്കടമോ ഒക്കെ ഉണ്ട്. സച്ചിനെ കാണാതിരിക്കുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ഇവരുടെ ആ ഒരു ആദ്യ രാത്രിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു സീനെന്ന് പറയുന്നത്. അപ്പൊ ഇനിയിപ്പോ ഒരു മൂന്നാലഞ്ച് ആഴ്ചയൊക്കെ കഴിഞ്ഞായിരിക്കും ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ സച്ചിയുടെ ഫോൺ പെട്ടെന്ന് ബെല്ലടിച്ചതും രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് ലക്ഷ്മി. അങ്ങനെ ഫോൺ ബെല്ലടിച്ചു സച്ചി പെട്ടെന്ന് ഇതെവിടെ ഞാൻ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എണീക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും രേവതി പേടിക്കണ്ട, ഇത് ഇവിടെ തന്നെയാ ഉള്ളത്. ആണോ? പെട്ടെന്ന് അങ്ങ് ഉറങ്ങിപ്പോയി, എന്തോ സുഖമായിട്ട് ഉറങ്ങി, വയറ് നിറച്ച് ആഹാരം കഴിച്ചാലേ പെട്ടെന്ന് ഉറക്കം വരും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഉറങ്ങി എന്നൊക്കെ പറഞ്ഞു. ഏതായാലും ഫോൺ കോൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഓട്ടമാണ്. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു ഓട്ടം ശരി, എന്നാൽ ഓട്ടം വന്നേക്കാന്ന് പറഞ്ഞിട്ടാണ് സച്ചി ഫോൺ കട്ട് ചെയ്തത്. അപ്പൊ രേവതി പറഞ്ഞു അല്ല ഓട്ടം പോണോന്ന് ചോദിച്ചു. അപ്പൊ നമ്മുടെ ലക്ഷ്മി അടുത്ത് നിന്നിട്ട് കാലേ കയറി ചവിട്ടിയിട്ട് മിണ്ടായിരിക്കാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മീനെ ഒന്ന് നോക്കി രേവതി കണ്ണുരുട്ടിട്ട് പറഞ്ഞു, അതെ ഓട്ടം ഇപ്പൊ പോണോ? ഇന്നിപ്പോ ഓട്ടം പോയില്ലെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ലക്ഷ്മി പറഞ്ഞു, അയ്യോ അതൊന്നും ശരിയാവില്ല മോൾ, എന്താ ഈ പറയുന്നത്? അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന ഒരു ഓട്ടം കിട്ടുന്നത്, നിങ്ങൾക്ക് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ എന്ന് പറയുമ്പോൾ സച്ചി പറഞ്ഞു, അമ്മ പറഞ്ഞത് ശരിയാ, എനിക്ക് ഏറെക്കുറെ കടവും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഒരോട്ടം മിസ്സാക്കാൻ പറ്റില്ല രേവതി, എനിക്ക് പോയേ പറ്റൂ. ഒരു കാര്യം ചെയ്യട്ടോ, ഇതെല്ലാം കൂടെ മാറ്റി വെച്ചേക്കണേ, ഞാൻ വൈകിട്ട് വരും, വൈകിട്ട് ഇന്നാ ഇവിടെ നത്താഴം കഴിക്കുന്നതെന്ന്. ആഹാ, നമ്മുടെ ലക്ഷ്മിയുടെ കിളിയും പോയി, പറവയും പോയി, എല്ലാം പോയി. ലക്ഷ്മി എൻ്റെ ഈശ്വരാ, ഇനിയിപ്പോ വൈകിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടക്കൂലോ, ആ ഒരു അവസ്ഥയാവൂലോ. അപ്പൊ രേവതിയോട് മാറ്റി നിർത്തി പറഞ്ഞു, എടി രേവതി ഇന്ന് വൈകിട്ട് വരണ്ടെന്ന് പറ രേവതി എന്ന് പറയുമ്പോൾ പിന്നെ അദ്ദേഹം വരുമ്പോൾ ഞാൻ എങ്ങനെയാ വരണ്ടെന്നൊക്കെ പറയണത്, അമ്മയൊന്ന് പോകാൻ പറഞ്ഞു. ഏതായാലും രേവതി സച്ചിനെ കൊണ്ടുവിടാൻ വേണ്ടി അങ്ങ് മുറ്റത്തേക്ക് അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്തു. നമ്മുടെ ലക്ഷ്മി ഈശ്വരനെ വിളിച്ചുകൊണ്ടിരിക്കുക, ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്ന അറിയില്ലല്ലോ എൻ്റെ ഈശ്വര എന്ന് വിളിച്ചുകൊണ്ടാണ് ലക്ഷ്മി നിൽക്കുന്നത്. പിന്നെ ഇതിനിടയിൽ വേറൊരു സംഭവം നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സച്ചി എവിടെയാണെന്നറിയാൻ വേണ്ടി ചന്ദ്ര സച്ചിനെ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പൊ സച്ചി എവിടെയാണെന്നറിയത് ചന്ദ്രയല്ല വിളിക്കുന്നത്, രവീന്ദ്രൻ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പൊ ഉച്ചയ്ക്ക് ഉണ്ണാനൊന്നും വന്നില്ല, അപ്പൊ അതുകൊണ്ടാണ് വിളിക്കുന്നത്. അപ്പൊ തൊട്ടടുത്ത് തന്നെ രവീന്ദ്രന്റെ കൂടെ ചന്ദ്രയുണ്ട്, ശ്രുതിയുണ്ട്. അപ്പൊ ഫോൺ വിളിക്കുമ്പോഴത്തേക്കും എവിടെയാ നമ്മുടെ സച്ചി രേവതിയുടെ അടുത്താ ഉള്ളത്. അപ്പൊ സച്ചി അങ്ങനെ നോടെയൊന്നും പറയുമല്ലോ. സച്ചി പറഞ്ഞു ഞാൻ രേവതിയുടെ അടുത്താ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു അതെന്താ മോനെ അവിടെ പോയത്? അതെ എനിക്ക് കുറച്ച് സ്വാദുള്ള കറികൾ കൂട്ടി ചോറ് കഴിക്കാൻ തോന്നി, അത് ഹോട്ടലിൽ കയറിയാലൊന്നും കിട്ടില്ല, രേവതി ഉണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് വരുമോ, അതുകൊണ്ടാണ് ഞാനിങ്ങ് പോകുന്നതെന്ന് പറഞ്ഞു. അല്ല അച്ഛന് വേണമെങ്കിൽ ഞാൻ കുറച്ച് കൊണ്ടുവരാം, ഇനിയും മിച്ചം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്ക് കൊണ്ടുവരൊന്നും വേണ്ട, നീ കഴിക്കാൻ പറഞ്ഞു. ഏതായാലും ഫോൺ കട്ട് ചെയ്തു. അപ്പൊ ചന്ദ്ര ചോദിച്ചു അല്ല സച്ചി എവിടെയാന്ന് ചോദിച്ചപ്പം അവൻ വേറെ എടുത്തുമല്ല, അവന്റെ കെട്ടിയോളുടെ വീട്ടിലാന്ന് പറഞ്ഞു. കെട്ടിയോളുടെ വീട്ടിലോ? നിങ്ങൾ എന്താ പറയുന്നത്? കർക്കിടക മാസമായിട്ട് രണ്ടിനും കൂടെ മാറ്റി നിർത്തിയപ്പോ അവൻ അങ്ങോട്ടേക്ക് ചെന്നെന്നോ? അയ്യേ, ഇതൊന്നും ശരിയായ നടപടിയൊന്നുമല്ല. പിന്നെന്തിനാ അവരെ മാറ്റി നിർത്തിയത്? ദേ അവരോട് പറഞ്ഞേക്കണം, പോയത് പോയി, ഇനി അങ്ങോട്ട് പോയേക്കരുതെന്ന്. അല്ലെങ്കിലും എന്താ അവള് വിളിച്ചു വരുത്തിയതായിരിക്കും, അവർക്ക് അവനെ കാണാതിരിക്കാൻ പറ്റത്തില്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയും പറഞ്ഞു, എങ്കിൽ പിന്നെ എന്തിനാ അമ്മ വെറുതെ എന്നെയും ശ്രുതിനെ രണ്ടായിട്ട് കിടത്തുന്നത്? എങ്കിൽ പിന്നെ ഞങ്ങളെയും ഒന്നാക്കി കിടത്തിക്കൂടെ? എന്തിനാ ഈ രണ്ട് വേർതിരിവ് കാണിക്കുന്നത്? അവന് പോകുകയും വരുകയോ ഒക്കെ ചെയ്യാം, എനിക്ക് ശ്രുതിയുടെ അടുത്ത് കിടന്നുകൂടാ. ഇതെന്താ വെള്ളരിക്കാ പട്ടണമോ? ഇത് ഞാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുക, അതിന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര വീണ്ടും രവീന്ദ്രനോട് പറഞ്ഞു അവൻ വരുമ്പോ താക്കീത് ചെയ്തേക്കണം, ഇനി ആ വീട്ടിൽ പോകാൻ പാടില്ല, അത് ഞാൻ സമ്മതിക്കില്ല. എങ്കിൽ പിന്നെ രേവതിനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോവാ, അവൾ ഇവിടെ നിൽക്കട്ടെ. ഇത് രണ്ടുപേർക്ക് രണ്ട് രീതി ഇവിടെ ഞാൻ നടത്താൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. അപ്പം രവീന്ദ്രൻ പറഞ്ഞു അവന് അവളുടെ കെട്ടിയോളെ കാണാൻ പോകുന്നതിന് ഇപ്പൊ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അവനവിടെ പോയി കിടന്നൊന്നും ഇല്ലല്ലോ, കാണണ്ട, അത്ര തന്നെ, ആചാരം തന്നെയാ, അതിവിടെ എല്ലാവർക്കും ബാധകമാന്ന് പറഞ്ഞു കേട്ടോ. ഏതായാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സച്ചിനെ രവീന്ദ്രൻ ഫോൺ വിളിക്കാണ് കേട്ടോ. ഫോൺ വിളിച്ചപ്പോഴത്തേക്കും സച്ചി ഫോൺ എടുത്തിട്ട് എന്താച്ചാന്ന് ചോദിച്ചു.
അപ്പോഴത്തേക്ക് സച്ചു പറഞ്ഞു അത് പിന്നെ രവീന്ദ്രൻ പറഞ്ഞു അത് പിന്നെ വേറെ ഒന്നുമല്ല മോനെ, ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. നീ അവിടെ പോയി ഭക്ഷണം കഴിച്ചില്ലേ? ആ ഭക്ഷണം കഴിച്ചു, ഉച്ചയ്ക്ക് ഞാൻ വയറു നിറച്ചു ഭക്ഷണം കഴിച്ചു അച്ഛാ. ആ എങ്കിൽ പിന്നെ ഇനി വൈകിട്ട് നീ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ നിൽക്കണ്ട. അതെന്താ, ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിച്ചാൽ കുഴപ്പം? അതിനിപ്പോ എന്താ അച്ഛാ പ്രശ്നം ഇരിക്കുന്നത്? ഞാൻ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ചു നോർത്തോണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം നടക്കാനുണ്ടോ? ആ ഇവിടെ പ്രശ്നം നടക്കാനുണ്ട്. നീ പോയതറിഞ്ഞിട്ട് ഇവിടെ എനിക്ക് ചന്ദ്ര സൗര്യം തന്നിട്ടില്ല. അതുമല്ല, ആചാരങ്ങളൊക്കെ ആചാരങ്ങൾ പോലെ തന്നെ നമ്മൾ പാലിക്കണമല്ലോ. അതുകൊണ്ടാണല്ലോ കർക്കിടക മാസത്തില് രേവതിനെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. അതുകൊണ്ട് മോൻ ഇനി പോകണ്ടെന്ന് പറഞ്ഞപ്പോ ഓ ഇത് വലിയ കൂത്തായി പോയല്ലോ. എന്റെ പൊന്നച്ഛാ, ഇതെല്ലാവർക്കും ബാധകമാണെങ്കിലേ ഒരു കാര്യം ചെയ്യത്തില്ലായിരുന്നോ? അച്ഛനും ഇത് പാലിക്കത്തില്ലായിരുന്നോ? അമ്മേന്റെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് തന്നെ അമ്മേനെ കർക്കിടക മാസത്തിലേക്ക് വീട്ടിലേക്ക് പറഞ്ഞയക്കുകയാണെങ്കിലേ ഓ സ്വസ്ഥമായിട്ട് അച്ഛനവിടെ ഇരിക്കത്തില്ലായിരുന്നോ? എടാ നീ എന്താടാ അച്ഛനെ പേടിപ്പിക്കാൻ വരുവാണോ? അച്ഛനെ പേടിപ്പിക്കാൻ വന്നൊന്നുമല്ല, ഞാനൊരു സത്യാവസ്ഥ പറഞ്ഞതല്ലേ. അച്ഛൻ എന്തിനാ അമ്മേനെ കർക്കിടക മാസത്തിൽ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുന്നേ. പറഞ്ഞു വിട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ടുപേർക്കും അടിച്ചു പൊളിക്കാന്നൊക്കെ പറയാണ്. ഏതായാലും നമ്മുടെ സച്ചി പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നില്ല. രവീന്ദ്രൻ പറയുന്നത് കേൾക്കാതിരിക്കില്ലല്ലോ. രവീന്ദ്രൻ പറയുന്നത് കേൾക്കാതിരിക്കുന്നത് വല്ല ആചാരം പോലെ നടക്കണം എന്ന് തന്നെയാണ് അച്ഛമ്മയും പറഞ്ഞത്. രവീന്ദ്രൻ അച്ഛമ്മയോട് വിളിച്ചു ചോദിച്ചപ്പം വേണ്ട വിടണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. ഈ കർക്കിടക മാസത്തിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് കൊള്ളില്ലത്രേ. അതുകൊണ്ടാണത്രേ ഈ ഒരു ആചാരങ്ങളൊക്കെ പാലിക്കുന്നത് അവർ കേട്ടോ. അപ്പൊ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു സൂപ്പർ ഹിറ്റ് എപ്പിസോഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. അത് കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും പ്രണയ നിമിഷങ്ങളും അവരുടെ വിശേഷവും മാത്രമാണ് നമ്മൾ ഉച്ചക്കിടുന്ന എപ്പിസോഡിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പൊ നാളെയും 1:30ക്കും 2 മണിക്കും ഇടയിൽ നമ്മൾ വിശേഷം പങ്കുവെക്കാൻ വരുന്നതായിരിക്കും. ഇനി നാളത്തെ പ്രമോ വിശേഷം വൈകിട്ട് നമ്മൾ എന്നും 8:10 മുമ്പായിട്ട്, അതായത് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും കഥ തീരുന്നത് 8 മണിക്കാണ്. ആ 8 മണി തീരുന്ന ഉടനെ തന്നെ നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും നെക്സ്റ്റ് അതായത് അടുത്ത നാളത്തെ പ്രമോ ഇടാറുണ്ട്. അപ്പൊ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിയാൽ മതി. നമ്മൾ എന്നും ഇടുന്നുണ്ട്. രാവിലെ 6:45 കഴിയുമ്പോഴേക്ക് നമ്മൾ ഫുൾ വിശേഷവും ഉച്ചയ്ക്ക് പ്രണയ വിശേഷവും വൈകിട്ട് 8, 5, 8:10 നമ്മൾ പ്രമോ വിശേഷവും ഇടുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ കാണണേ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുള്ളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടെ നമ്മുടെ പുതിയ കഥയായ സേതുവിന്റെയും പല്ലവിയുടെയും കഥ നമ്മൾ ഇടുന്നുണ്ട്. പുതിയ ചാനലിലാണ് ഇടുന്നത്. ഞാൻ കമ്മ്യൂണിറ്റിയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കാണുന്നവരുണ്ടെങ്കിൽ പോയി നോക്കിക്കോളൂ. അതിന്റെ പ്രമോ വിശേഷവും ഫുൾ വിശേഷവും എന്നും ഇനി ആ ചാനലിൽ ഇടുന്നതായിരിക്കും. നമുക്കൊരു 55,000 സബ്സ്ക്രൈബേഴ്സ് അതിലുണ്ട് എങ്കിൽ പോലും നമ്മൾ കുറെ നാളായിട്ട് അതിൽ കഥ ചെയ്യുന്നില്ലാത്തത് കൊണ്ട് അത് കുറച്ച് ലോ ആയിട്ട് കിടക്കുകയാണ്. ഇപ്പം ഞാൻ കഥ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ. അപ്പൊ എല്ലാവരും ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ ഇനി ഏതെങ്കിലും ഇടാൻ നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. നമ്മൾ ആ ചാനലിൽ ചെയ്യുന്നതായിരിക്കും. കമ്മ്യൂണിറ്റിയിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പോയി നോക്കിക്കോളൂ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.